നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വില്ലത്തിയായ വീട്ടമ്മ തട്ടിയ സ്വർണം 6.5 കിലോ. ആരും മൂക്കത്ത് കൈവയ്ക്കും. ഇത്രയും പെരും കള്ളിയായ കൊള്ളക്കാരി ഇങ്ങ് കേരളത്തിലെ നമ്മുടെ സ്വന്തം കൊട്ടിയത്ത് തന്നെ. തഴുത്തല SN മൻസിലിൽ വാടകയ്ക്ക് താമസിക്കുന്ന കിളിക്കല്ലൂർ സ്വദേശിനി ലീമയാണ് ഒരു ജുവലറിയിലെ ഉടമയെ തട്ടിച്ച് 6.5 കിലോ സ്വർണം കൈക്കലാക്കിയത്. സ്വർണം കൈക്കലാക്കിയത് മാത്രമല്ല, പല വ്യക്തികളുടേതിനായി വളരെയധികം തുകകളും ലീമ തട്ടിയെടുത്തിരുന്നു. എല്ലാവരോടും കപടസ്നേഹം നടിച്ചും വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷവുമാണ് ലീമ പണവും സ്വർണവും തട്ടിയെടുക്കൽ നടത്തിയിരിക്കുന്നത്. ആഭരണശാലയിൽ ഒരാവശ്യത്തിനെത്തി ആദ്യ സന്ദർശനത്തിൽ തന്നെ മാനേജർ കണ്ണൂർ സ്വദേശി ജോർജ് തോമസുമായി അടുപ്പമുറപ്പിച്ചാണ് ലീമ മടങ്ങിയത്. ജോർജ് തോമസ് സ്ഥാപനത്തിൽ താക്കോൽ സ്ഥാനം വഹിക്കുന്നതായി മനസ്സിലാക്കിയപ്പോഴാണ് ലീമയുടെ കണ്ണ് ലോക്കറിൽ ഉടക്കിയത്. കുടുങ്ങിയ ഇരയെ മനസ്സിലാക്കിയ ലീമ 10 തവണയായി 6.5 കിലോ സ്വർണമാണ് മാനേജറെ കൊണ്ട് മോഷ്ടിപ്പിച്ചത്. ജോർജ് തോമസിന് മാത്രമായിരുന്നു സ്ഥാപനം തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ലോക്കറിൽ കയറാനുള്ള അനുമതി. ചില്ലലമാരയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ആഭരണങ്ങളായിരുന്നില്ല മാനേജറുടെ കണ്ണ്. അവിടെ നിന്ന് സ്വർണം എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ബിൽ ക്ലിയറൻസ്, സെക്യൂരിറ്റി പരിശോധന തുടങ്ങിയ കടമ്പകൾ ഉണ്ടായിരുന്നു. പകരം കല്യാണ പാർട്ടികൾ മുൻകൂർ പണമടച്ച് തിരഞ്ഞെടുത്ത ലോക്കറിൽ സൂക്ഷിച്ച ശേഷം വിവാഹ ദിവസത്തിന് തലേന്ന് കൈപ്പറ്റാൻ കരുതിയിരുന്ന ആഭരണങ്ങളാണ് ജോർജ് തോമസ് മോഷ്ടിച്ചത്. തന്നെ വിളിച്ചിട്ട് വേണം സ്വർണം വാങ്ങാൻ എത്തേണ്ടതെന്ന് മാനേജർ എന്ന നിലയിൽ ജോർജ് തോമസ് ഇടപാടുകാരോട് നിഷ്കർഷിച്ചിരുന്നു. വിളി വരുമ്പോൾ അതേ ഡിസൈനിലും ഫാഷനിലും തൂക്കത്തിലുമുള്ള ആഭരണങ്ങൾ ആ സ്ഥാനത്ത് എടുത്തുവെച്ചാണ് ജോർജ് തോമസ് ഇത്രയും നാൾ കളവ് പുറത്താകാതെ നോക്കിയത്. ഇതിനായി ജോർജ് തോമസ് ഒരു ദിവസം പോലും അവധിയെടുത്തിരുന്നില്ല. ഇത് മാനേജ്മെന്റിന്റെ വിശ്വസ്തനാക്കുന്നതിന് എളുപ്പമായി. എന്നാൽ മയ്യനാട് കൂട്ടിക്കടയിലുള്ള ഒരു വിവാഹ പാർട്ടി മുന്നറിയിപ്പില്ലാതെ പറഞ്ഞ ദിവസത്തിന് മുൻപേ കഴിഞ്ഞ ഒക്ടോബറിൽ സ്വർണമെടുക്കുവാൻ വന്നതോടെയാണ് കള്ളി വെളിച്ചത്തായത്. ലോക്കറിൽ നിന്ന് മാറ്റിയ വിവാഹ പാർട്ടിയുടെ സ്വർണത്തിന് പകരം വെക്കാൻ കഴിയാതെ വന്നതോടെ ജോർജ് തോമസ് മൊബൈൽ ഫോൺ പോലും എടുക്കാതെ സ്ഥാപനത്തിൽ നിന്ന് മുങ്ങി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2 കോടിയുടെ തട്ടിപ്പ് പുറത്തായത്. പോലീസ് കേസായതോടെ 10 തവണ ജോർജ് തോമസ് സ്വർണം എടുത്തു കൊടുക്കുന്ന രംഗങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ചു. മൊബൈൽ പരിശോധിച്ചതിൽ നിന്ന് ആഭരണം സ്ഥിരമായി ഏറ്റുവാങ്ങാൻ വന്ന വ്യക്തിയുടെ കാർ നമ്പർ പരിശോധിച്ചതിൽ നിന്ന് ലീമയാണ് തട്ടിപ്പിലെ പങ്കാളിയെന്ന് വ്യക്തമായി. ഇല്ലാത്ത അർബുദത്തിന്റെ പേരിൽ ആഭരണശാലയിലെ തട്ടിപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കിളിക്കല്ലൂർ സ്വദേശിനി ബീന ലീമയ്ക്കെതിരെ പരാതിയുമായി കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ലീമയുടെ ഭർത്തൃ വീടിനോട് ചേർന്ന് ബീനയ്ക്ക് സ്ഥലമുണ്ടായിരുന്നു. കൂടാതെ ബീന നടത്തിയിരുന്ന ലേഡീസ് സ്റ്റിച്ചിങ് സെന്ററിലും ബ്യൂട്ടി പാർലറിലും ലീമ നിത്യസന്ദർശകയായി. ഒരു രാത്രി ലീമ നിലവിളിച്ച ബീനയുടെ വീട്ടിലെത്തി. തനിക്ക് ഗർഭപാത്രത്തിൽ അർബുദമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ ഭർത്താവ് ഇറക്കിവിട്ടെന്നും അതിനാൽ ഒരു രാത്രി തങ്ങാൻ അനുവദിക്കണമെന്നും ലീമ അപേക്ഷിച്ചു. മനുഷ്യത്വം മുൻനിർത്തി സമ്മതിച്ച ബീനയ്ക്ക് ഇത് പിന്നീട് ഒഴിയാബാധയായി. ഒരാഴ്ചയോളം അവിടെ തുടർന്നു. ഭർത്താവും കുട്ടികളും എതിർത്തതോടെ ബീന തന്നെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഒരു വീടെടുത്ത് ലീമയെ മാറ്റി താമസിപ്പിച്ചു. എന്നാൽ തനിക്ക് താമസിക്കാൻ ഭയമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് രാത്രി തന്നെ ലീമ ബീനയുടെ വീട്ടിൽ തിരികെ വന്നു. 6 മാസം അവിടെ താമസമായി. അർബുദ ചികിത്സയ്ക്കെന്ന വ്യാജേന തിരുവനന്തപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇടയ്ക്കിടെ ലീമ ബീനയും കൂട്ടിപ്പോയി. ഡോക്ടറെ കാണാനെന്ന വ്യാജേന ആശുപത്രി ചുറ്റിയടിച്ച് തിരികെ വരുന്നതായിരുന്നു രീതി. വീട്ടിലെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത ബീനയുടെ കിടപ്പുമുറിയിൽ വരെ കയറി അരിച്ചുപെറുക്കി ലീമ. ഒരു പൊതുമേഖലാ ബാങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലും 60 പവന്റെ ഉരുപ്പടികൾ പണയം വെച്ചതിന്റെ രസീത് അടിച്ചുമാറ്റിയാണ് ലീമ 6 മാസത്തെ പൊറുതി അവസാനിപ്പിച്ചത്. പണയ രസീതുകൾ നഷ്ടമായ വിവരം ബാങ്കിനെ ധരിപ്പിച്ച് സ്വർണം വീണ്ടെടുക്കാൻ ബീന എത്തിയപ്പോൾ 2 നിന്നും ആഭരണങ്ങൾ മറ്റാരോ തന്റെ കത്തും അസൽ രസീതും ഹാജരാക്കി കൈപ്പറ്റിയെന്നാണ് അറിഞ്ഞത്. തർക്കിച്ചപ്പോൾ ഒറിജിനൽ രസീതും വ്യാജക്കത്തും ബീനയെ ബന്ധപ്പെട്ടവർ ബോധ്യപ്പെടുത്തി. തന്റെ ഒപ്പിനെ വെല്ലുന്ന ഒപ്പിട്ട അപേക്ഷയിൽ ലീമ ബീനയുടെ സഹോദരിയാണെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ബീന ചികിത്സയിലാണെന്ന കാരണമായിരുന്നു നിരത്തിയത്. വജ്രവും മാണിക്യവും പതിച്ച ആഭരണങ്ങൾ മറിച്ചുവിറ്റ വകയിൽ ലീമ നല്ലൊരു തുക അടിച്ചുമാറ്റിയാണ് മുങ്ങിയത്. ബീനയുടെ പരാതിയിൽ ലീമയെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ജുവലറി മുൻ മാനേജർ ജോർജ് തോമസ് കോടതിയിൽ കീഴടങ്ങിയതോടെ ആ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. കിട്ടിയവരെയൊക്കെ ഊറ്റി ഒരു വസ്തു എഴുതുന്നതിന് ഒരാഴ്ചത്തെ സാവകാശത്തിൽ ബീനയുടെ പരിചയക്കാരനായ സാജുവിന്റെ കയ്യിൽ നിന്ന് മുങ്ങുന്നതിന് മുൻപ് 5 ലക്ഷം രൂപ ലീമ തട്ടിയെടുത്തു. കൂടാതെ ബീനയുടെ മകന്റെ സുഹൃത്തിന്റെ സഹോദരന് മെഡിസിന് സീറ്റ് വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മാതാപിതാക്കളെ കബളിപ്പിച്ച് 12.5 ലക്ഷം രൂപയും തട്ടി. പട്ടത്താനത്ത് 2.5 സെന്റിലെ കൊച്ചുകൂരയിൽ താമസിക്കുന്ന ആ കുടുംബം കിടപ്പാടം നഷ്ടമായേക്കുമെന്ന ഭീതിയിലാണ്. വെള്ളിമണിൽ ഒരു അധ്യാപികയുടെ വീടുമായി അടുപ്പം സ്ഥാപിച്ച് 3.5 ലക്ഷമാണ് ഇവർ തട്ടിയത്. മകന് വിവാഹാലോചനയുമായി എത്തിയായിരുന്നു തട്ടിപ്പ്. പള്ളിമുക്കിൽ ഉപയോഗിച്ച കാറുകൾ കൈമാറ്റം ചെയ്യുന്ന യുവാവിനെ കബളിപ്പിച്ച് CC നിലവിലുള്ള 2 കാറുകൾ തട്ടിയെടുത്ത് ലീമ മുങ്ങി. ജുവലറിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു നൽകി ജോർജ് തോമസിനെയും ലീമ കബളിപ്പിച്ചു. നഴ്സായ ജോർജിന്റെ ഭാര്യ ഇറ്റലിയിൽ ജോലി ചെയ്ത് സമ്പാദിച്ച 45 ലക്ഷം രൂപയും ലീമ കൈക്കലാക്കിയിരുന്നു.
കൊല്ലം നഗരത്തോട് ചേർന്നുള്ള വിൽക്കാനിട്ടിരിക്കുന്ന ബാർ സ്വന്തമാക്കാനായിരുന്നു ഇരുവരുടെയും അഭ്യാസം. തട്ടിപ്പിന് ആക്കം കൂട്ടിയ വാഹന കമ്പം ആഴ്ചകൾ തോറും വാഹനങ്ങൾ മാറ്റുന്നതിലായിരുന്നു ലീമ ഹരം കണ്ടിരുന്നത്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവും കുടുംബവും ഈ തട്ടിപ്പിന് ഭാഗമല്ല. ചന്ദ്രത്തോപ്പിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ലീമ വിവാഹശേഷം ഗൾഫിൽ പോയി മടങ്ങി വന്നത് തട്ടിപ്പിന്റെ റാണിപ്പട്ടം ചൂടിയാണ്. ഇതിനുശേഷം കുടുംബത്തിലും പ്രവേശനം കിട്ടിയില്ല. പോലീസിൽ അത്യാവശ്യം ബന്ധങ്ങളുള്ള ലീമയ്ക്ക് തമിഴ്നാട്ടിലും സ്വാധീനമുണ്ട്. 6.5 കിലോ സ്വർണം കവർന്നതിൽ 76 പവൻ മാത്രമാണ് ഇതുവരെ പോലീസിന് വീണ്ടെടുക്കാനായത്. പല രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച സ്ത്രീകളുണ്ടെങ്കിലും ലഭിച്ച വിശ്വാസ്യതയെ ഇത്രയും നീചമായി പറ്റിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത വീട്ടമ്മ കേരളത്തിന് അപമാനമായ ഒരു സ്ത്രീരത്നമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഏവർക്കും ഒരു പാഠവുമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.